ഹായ്. സ്ട്രെസ് കൊണ്ടുണ്ടാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന ഹെയർ ഫോള്, പിന്നെ നമ്മുടെ തലയോട്ടിയിൽ നിന്ന് വട്ടത്തിൽ പൊഴിഞ്ഞു പോകുന്ന കോയിൻസൈസ് ആയിട്ട് പൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ എറിയേറ്റ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതിനെല്ലാം ഉള്ള ഒരു വൺ സ്റ്റെപ്പ് സൊല്യൂഷനാണ് നമ്മുടെ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ്. ഇത് ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കേരളത്തിൽ. ഓക്കെ, ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ഷാഫ്റ്റിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണമുണ്ടാകുന്ന ഹെയർ ഫോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നാണോ? ഇപ്പോൾ സ്ട്രെസ്സാണ് റീസൺ എന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. മൂന്നാമത്തെ അലോപേഷ്യ അരിയേറ്റ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യൂർ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിറോയിഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ഈ ഒരു അലോപേഷ്യ ഏരിയേറ്റ ചിലപ്പം ഇത് എപ്പിസോഡ്സ് റിപ്പീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾ വന്നിട്ട് നമ്മളടുത്ത് ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ മുടി വളർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.